വിജയ് ദേവരകൊണ്ട നായകനായിട്ട് അഭിനയിച്ച് ഇന്നലെ റിലീസ് ചെയ്ത പടം തിയേറ്ററിൽ പോയി കണ്ടു. കിങ്ഡം. മലയാളം വെർഷൻ കാണാൻ പറ്റിയില്ല, തമിഴ് വെർഷനാണ് കണ്ടത്. പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി. വിജയ് ദേവരകൊണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് ഇന്നലെയാണ് മനസ്സിലായത്. അടിപൊളി ബോഡി ലാംഗ്വേജ്, നല്ല ഡയലോഗ് ഡെലിവറി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസസ്, ഗംഭീര പടം. ഗൗതം തിന്നലൂരിയാണ് പടം എഴുതിയതും തിരക്കഥ എഴുതിയതും അതേപോലെ അതിൻ്റെ സംവിധാനമൊക്കെ ചെയ്തത്. നാഗവംശിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. നല്ല ഒരു ഗംഭീര കാസ്റ്റിംഗ് നിര തന്നെ ഉണ്ട്. എത്ര ആൾക്കാർ അതിനകത്തുള്ളത് അറിയോ? പടത്തിൽ നമ്മൾ രോഹിണി തൊട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത്. നമ്മളുടെ ഒരു ശ്രീലങ്കൻ കഥ പശ്ചാത്തലമാണ് പറയുന്നത്. ശ്രീലങ്കൻ റെഫ്യൂജീസിൻ്റെ കഥ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ കുറച്ചൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര വിഷ്വൽസാണ്. പിന്നെ അതിന് ശേഷം 1991 പീരീഡാണ് കാണിക്കുന്നത്. ഈ റെഫ്യൂജീസ് മറ്റേ ശ്രീലങ്കയിൽ പെട്ടുപോകുന്നതും അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പണിപ്പെടുന്നതും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ആൾക്കാരും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ നമ്മളുടെ നായകൻ വിജയ് ദേവരകൊണ്ടയുടെ പേര് സൂര്യ എന്നാണ്. പുള്ളിക്കാരൻ്റെ പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജ്യേഷ്ഠൻ കുട്ടിക്കാലത്ത് നാട് വിട്ടു പോയതാണ്. പിന്നെ ഇവരുടെ ഒരു കേസിലാകപ്പെട്ടിട്ട് പിന്നെ നാട്ടിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ആ പുള്ളിക്കാരനെ തേടി നമ്മളുടെ ജ്യേഷ്ഠൻ ശിവ എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരനെ തേടി നമ്മളുടെ സൂരി നായകൻ വിജയ് ദേവരകൊണ്ട ഇറങ്ങി പുറപ്പെടുന്നതാണ്. പലവട്ടം പല രീതിയിലൊക്കെ അന്വേഷിച്ചു, ആളെ കിട്ടിയില്ല. ലാസ്റ്റ് ഈ പുള്ളി ആളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം എന്നുള്ള രീതിയിൽ ശ്രീലങ്കയിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് അവിടെ പെട്ട് കിടക്കുന്ന ഈ ജ്യേഷ്ഠൻ്റെ പേര് ശിവ എന്നാണ്. ശിവായിട്ട് അഭിനയിച്ചത് സത്യദേവാണ്. പുള്ളിക്കാരനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അത് വിജയിക്കോ പിന്നെ പരാജയപ്പെടുകയോ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് പടത്തിൻ്റെ ഇതിവൃത്തം. വേറൊരു ലോകത്തേക്ക് നമുക്ക് പോയ മാതിരി തോന്നും അവിടെ ഈ ഒരു പടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. കാരണം ഇത് എന്താ പറയുക, ഭയങ്കര വലിയ ഒരു പനോരമയിൽ എടുത്ത ഒരു ഫിലിമാണ്. ഈ പടത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു പെന്നി പോലും, ഒരു ചില്ലി കാശ് പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, അത്രക്കും രസമാണ്. അതിന് വിജയ് ദേവരകൊണ്ട നമുക്ക് ഇന്ന് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റും. അത്രക്കും എന്താ പറയുക, മാൻഡിനെസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് എടുത്തു വെച്ചിട്ടുള്ളത്. അതിനകത്ത് ജസ്റ്റ് റോ ആയിട്ടുള്ള ആൾക്കാർ, റോഗായിട്ടുള്ള ആൾക്കാർ, എന്താ പറയുക, വളരെ താഴ്ന്ന രീതിയിൽ ആൾക്കാർ എടുത്തു വെച്ചിരിക്കണം, ഹൈഫൈ ആൾക്കാർ എടുത്തു വെച്ചിരിക്കണം, അതിൻ്റെ ഇടയിലുള്ള ഓരോരോ സ്മഗ്ലിങ് കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പടം നല്ല കഥയാണ്, നല്ല മേക്കിങ്ങാണ്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിന് അത്രക്കും നല്ല രീതിയിൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, DOP വർക്കുകൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ BGM ആണ്. അനിരുദ്ധിൻ്റെ ഇതിനകത്തുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ മൂഡ് എലിവേറ്റ് ചെയ്യുന്ന കുറച്ച് BGM വർക്കുകളുണ്ട്. എന്ത് രസമറിയോ കണ്ടുകൊണ്ടിരിക്കാൻ. പടത്തിൻ്റെ മൂഡ് എലിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ സീരിയൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന രീതിയിൽ വികാരം കൂട്ടുന്ന രീതിയിലുള്ള ഓരോരോ സംഭവങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പാട്ടാകെ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. ലോപ്പത്താന്ന് പറഞ്ഞ പാട്ടൊന്നും പടത്തിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ പാട്ടും ഈ പടത്തിൽ അത്യാവശ്യമുള്ള പാട്ടായിട്ട് തോന്നി. പടത്തിൽ ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ ഗംഭീരമാണ്, നല്ല മേക്കിങ്, നല്ല ഫാസ്റ്റായിട്ട് പോകും. സെക്കൻഡ് ഹാഫ് നല്ല മേക്കിംഗ് ആണ്, പക്ഷേ എവിടേക്ക് കുറച്ച് ഒരു ശകരം ലാഗ് അടിക്കേണ്ടി വന്നൊരു സംശയം മാത്രം. അതർവൈസ് പടം നമുക്ക് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ്. ഒരു 8.5 ഔട്ട് ഓഫ് 10 നമുക്ക് സ്കോർ കൊടുക്കാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ, തിയേറ്ററിൽ പോയി കണ്ടോളൂ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കിങ്ഡം.